എർത്ത്വൈസ് മീഡിയയിലേക്ക് സ്വാഗതം. ഭക്ഷ്യഭദ്രതാ നിയമവും ഇ-പോസ് വഴിയുള്ള റേഷൻ വിതരണവും കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ഒന്നാം പിണറായി സർക്കാർ റേഷൻ വ്യാപാരികൾക്ക് മിനിമം വേതനം 18,000 രൂപ നൽകുമെന്ന് ഉറപ്പു പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവിൽ 8,500 രൂപ സപ്പോർട്ടിംഗ് മണിയായി പ്രഖ്യാപിക്കുകയും വിൽപ്പന കുറയുന്നതിനനുസരിച്ച് സപ്പോർട്ടിംഗ് മണി കുറയുന്ന രീതിയിൽ വ്യവസ്ഥ ചെയ്തു. അതിൻ പ്രകാരം 60% താഴെ വിൽപ്പനയുള്ളവർക്ക് 5,100 രൂപ മാത്രമേ സപ്പോർട്ടിംഗ് മണി ലഭിക്കുകയുള്ളൂ. ഏതു കടയിൽ നിന്നും റേഷൻ വാങ്ങണമെന്ന നിയമം നടപ്പിലായതോടെ 3,500ഓളം വ്യാപാരികൾക്ക് 6,000 രൂപ മുതൽ 15,000 രൂപയിൽ താഴെ വരെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. കടവാടക, കറണ്ട് ചാർജ്, സെയിൽസ്മാന്റെ ശമ്പളം തുടങ്ങിയ ചെലവുകൾക്ക് ഈ തുക തികയാത്ത സ്ഥിതിയിലാണ്. ഈ സാഹചര്യത്തിൽ നഷ്ടം സഹിച്ച് റേഷൻ വ്യാപാരം നടത്തിക്കൊണ്ടു പോകാനാവില്ലെന്ന് ഓൾ കേരള റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി മോഹനൻ പിള്ള ചൂണ്ടിക്കാട്ടി. കൊട്ടാരക്കര താലൂക്കിലെ റേഷൻ വ്യാപാരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റേഷൻ വ്യാപാരികളുടെ വേതനം 30,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. താലൂക്ക് പ്രസിഡന്റ് ജയചന്ദ്രൻ കാട്ടമ്പള്ളി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി എ റഹീം മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് തൃക്കണ്ണമംഗൽ ജോയ്ക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പറക്കുളം സലാം വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു.